നമസ്കാരം പ്രിയമുള്ളവരെ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് വളരെ ആധികാരികമായ ഒരു വിവരം ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുകയാണ്. ഇറാൻ യൂസസ് അൺഡിസ്ക്ലോസ്ഡ് മിസൈൽസ് ടു ഹമ്മർ ഇസ്രായേൽ. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി അവരുടെ ആയുധ ശേഖരത്തിലെ രഹസ്യ മിസൈലുകൾ ഉപയോഗിക്കുന്നു എന്ന വാർത്ത വളരെ ആധികാരികമായി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണിത്. അതായത് ലോകത്തോട് ഇറാൻ വിളിച്ചു പറയാത്ത, തങ്ങളുടെ മിസൈൽ സിറ്റി തുറന്ന് ഇറാൻ പ്രദർശിപ്പിക്കാത്ത രഹസ്യ മിസൈലുകൾ ഈ അവസരത്തിൽ ഇറാൻ ഉപയോഗിക്കുന്നു എന്ന വാർത്ത വളരെ ആധികാരികമായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇത്തരം മിസൈലുകൾ അത് ലോകത്തിന് പ്രദർശിപ്പിച്ചാൽ അതിന് പ്രതിവിധി ഇസ്രായേലോ അമേരിക്കയോ ഒക്കെ കണ്ടെത്തും എന്ന ഒരു നിഗമനത്തിൽ ലോകത്തോട് വിളിച്ചു പറയാത്ത ഇത്തരം മിസൈലുകൾ തങ്ങൾക്കുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാത്ത തരം മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാനതുമായി ബന്ധപ്പെട്ട വീഡിയോ ലിങ്ക് എൻ്റെ ഫസ്റ്റ് കമൻറ്റായി ചേർത്തേക്കാം. കാരണം ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ ചിലരൊക്കെ വെറുതെ വിടുവായത്തരം പറയുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്ക വീഡിയോകൾ ചെയ്യുമ്പോഴും അതിനാധാരമായ അന്തർദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ പിൻ ചെയ്യുന്നത്. ഞാൻ ഇതും അതുപോലെ ചെയ്തിരിക്കാം. ദയവായി നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, പവർ സ്റ്റൺ ഇസ്രായേലി മിലിറ്ററിയെ പവർ കൊണ്ട്, ശക്തി കൊണ്ട് ഇറാൻ അതിശയപ്പെടുത്തുന്നു എന്ന വലിയ വാർത്ത തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇതുമായി ചേർത്ത് വെക്കുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇത്തരം മിസൈലുകൾ വിക്ഷേപിക്കുന്നത് ഏറ്റവും പ്രധാനമായും അധിനിവേശ പ്രദേശങ്ങളിലേക്കാണ് എന്ന വസ്തുത കൂടി ടൈംസ് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കേണ്ട. അതായത് ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിൽ, ഫലസ്തീൻ്റെ പ്രദേശം കടന്നെടുത്ത് അവിടെ ജൂത സെറ്റിൽമെന്റുകളാക്കിയ അത്തരം പ്രദേശങ്ങളിലേക്ക്, അത്തരം സെറ്റിൽമെന്റുകളിലേക്കാണ് ഇറാൻ ഇപ്പോൾ ഇത്തരം മിസൈലുകൾ തങ്ങളുടെ ആയുധശേഖരത്തിലെ ലോകത്തോട് വിളിച്ചു പറയാത്ത തരം മിസൈലുകൾ ഉപയോഗിക്കുന്നത് എന്ന വലിയ വസ്തുത ടൈംസ് ഓഫ് ഇന്ത്യ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ജൂത സെറ്റിൽമെന്റുകൾ ലക്ഷ്യമാക്കി ഇറാൻ അവരുടെ ആയുധപ്പുരയിലെ ഏറ്റവും അത്യന്താധുനികമായ എന്നാൽ ലോകത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത മിസൈലുകൾ ഉപയോഗിക്കുന്നു എന്ന വസ്തുത വലിയ രീതിയിൽ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, വാഷിംഗ്ടൺ പോസ്റ്റ്, അതിൻ്റെ ഒരു അനാലിസ്റ്റും വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്കാജനകമാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല. അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ അയൺ ഡോമുകളുടെ ഒരു പര്യാപ്തത ഇസ്രായേലിൻ്റെ കഴിയും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കാരണം ഇറാന്റെ നിരന്തരമായിട്ടുള്ള മിസൈൽ ആക്രമണം, അതും ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം, നിരന്തരമായി വരുന്ന നൂറുകണക്കിനായി വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ അയൺ ഡോമുകൾ ഇസ്രായേലിന്റെ കയ്യിൽ കഴിയുന്നു എന്ന രീതിയിലുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. ഇത്തരം മിസൈലുകൾ കഴിഞ്ഞാൽ അത് ഇസ്രായേൽ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഫലങ്ങളായിരിക്കും. കാരണം ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ കയ്യിൽ ഇല്ലാത്ത ഒരവസ്ഥ വരും എന്ന സ്ഥിതിവിശേഷം വളരെ ആധികാരികമായി തന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന് ഇസ്രായേൽ കണ്ടെത്തുന്ന പ്രതിവിധിയും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇസ്രായേൽ ശ്രദ്ധിക്കുന്നത് ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തകർക്കുക എന്നാണ്. അത്തരം വിക്ഷേപണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ഇസ്രായേലിലോട്ട് മിസൈൽ വിടാനുള്ള ഒരു കഴിവ് നശിപ്പിച്ചാൽ ഒരുപക്ഷെ ഇറാന്റെ ആ മിസൈൽ ആക്രമണത്തെ തടുത്തു നിർത്തുന്നതിനാവശ്യമായ കുറച്ചെങ്കിലും മിസൈലുകൾ ഇസ്രായേലിന് കരുതി വെക്കുവാൻ കഴിയും എന്ന വലിയ ഒരു നിഗമനവും വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളാണെന്ന വലിയ വസ്തുത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ചൈനയുടെ 747 യുദ്ധവിമാനങ്ങൾ അത് വലിയ അളവിൽ ആയുധങ്ങളുമായി ഇറാനിൽ എത്തിയെന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 747 എന്ന് പറയുന്നത് ചൈന അത് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കാർഗോ ട്രാൻസ്പോർട്ട് വിമാനമാണ്. അതിൽ നിറയെ ആയുധങ്ങൾ ഇറാൻ എത്തി എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഓഫാക്കിയിട്ടാണ് ഈ ട്രാൻസ്പോർട്ട് വിമാനം ഇറാനിലെത്തിയെന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, വറാമിൻ, ഇറാനിലൊരു പ്രദേശമാണ്. ഇവിടെ ഇറാൻ ഇസ്രായേലിൻ്റെ F-35 വിമാനം വെടിവെച്ചിട്ടു എന്ന ഒരു അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.